എൻ്റെ പ്രിയപ്പെട്ട ഭക്തനല്ലേ നീ? സങ്കടങ്ങളും സംശയങ്ങളും മാറ്റിവെച്ച് ഞാൻ പറയുന്നതിന് കാതോർക്കൂ. ഈ പ്രപഞ്ചത്തിൽ നീ കാണുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും പിന്നിൽ ഒരു പരമമായ ബോധമുണ്ട്. മണ്ണിലെ വളത്തെ സുഗന്ധമുള്ള പൂവാക്കുന്നതും നീ കഴിക്കുന്ന ഭക്ഷണത്തെ ജീവനുള്ള ശരീരമാക്കുന്നതും ആ പരമബോധത്തിൻ്റെ മാന്ത്രികതയാണ്. ഇതിനെയൊന്നും നിന്റെ ചെറിയ യുക്തി കൊണ്ട് അളക്കാൻ നോക്കരുത്. യുക്തി എന്നത് വീടിൻ്റെ അടിത്തറ പോലെയാണ്. അതിന് മുകളിലാണ് ജീവിതം പടുത്തുയർത്തേണ്ടത്. എന്നാൽ പലരും ആ അടിത്തറയ്ക്കുള്ളിൽ തന്നെ തടവുകാരായി ജീവിച്ചു തീർക്കുന്നു. കുഞ്ഞെ, നീ ജനിച്ച നാൾ മുതൽ ലോകം നിന്റെ തലയിലേക്ക് ഒരുപാട് അറിവുകളും നിയമങ്ങളും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരങ്ങളുടെ ഭാരം കൂടുന്തോറും ജീവിതത്തെ അത് ആയിരിക്കുന്നത് പോലെ കാണാനുള്ള നിന്റെ ഉൾക്കാഴ്ച മങ്ങിപ്പോകും. വലിയ വിദ്യാസമ്പന്നനാകുന്നതിനേക്കാൾ പ്രയാസമാണ് ഈ വിവരങ്ങളുടെ സ്വാധീനമില്ലാതെ മനസ്സിനെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുന്നത്. ഞാൻ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, ആ വ്യക്തി എൻ്റെ സുഹൃത്താണ്